ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മൈസൂർ ഡേ 2 ആണ്. അപ്പോൾ ഇന്ന് ഡേ 2 വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ രാവിലെ ഞങ്ങളുടെ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും പിന്നെ കുറച്ച് സൈറ്റ് സീയിങ് ഒക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട ഇന്നത്തെ കുറേ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. സോ അങ്ങനെ എല്ലാവരും റെഡിയായി റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി കുറച്ചങ്ങോട്ട് നടന്നപ്പോഴത്തേക്കും മുല്ലപ്പൂ വെക്കണുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ മുതൽ കാണണം എല്ലാവരും തലയിലും മുല്ലപ്പൂ എന്ന് വെച്ചാൽ എനിക്ക് കുറച്ചധികം ക്രേസ് ഉള്ളൊരു സംഭവമാണ് ജാസ്മിൻ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഷോൾ ഇട്ടേക്കണ കൊണ്ടും മേടിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഷോൾ ഇട്ടേക്കണ വെറുതെ മേടിച്ചാൽ വേസ്റ്റ് ആയേ പോളൂ, തലയിൽ വെക്കാനും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ മുല്ലപ്പൂ. അങ്ങനെ അമ്മൂസിന് ഒരു മുല്ലപ്പൂ മേടിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇവിടെ അടുത്ത് ഞാൻ ഇന്നലെ വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിരുന്നു, അടുത്തടുത്തായിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ മുല്ലപ്പൂട് ഇങ്ങനെ ചെറിയ സ്റ്റോളും അല്ല പുറത്ത് വിൽക്കണതും റോഡ് സൈഡിലൊക്കെ വിൽക്കണതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇന്നലെ ഡിന്നർ കഴിച്ചില്ലേ, അവിടെ തന്നെയാണ് നമ്മുടെ റൂമിൻ്റെ ഒരു 5 മിനിറ്റോളം നടക്കാൻ വേണ്ടി അടുത്ത് തന്നെയായിരുന്നു. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ മസാല ദോശ കോംബോ എന്ന് പറയുന്നത്. മസാല ദോശ, ഇഡ്ഡലി, പിന്നെ 2 ടൈപ്പ് കേസരി സ്വീറ്റിനായിട്ട്, പിന്നെ വട, അങ്ങനത്തെ ഒരു ഐറ്റമാണ് വന്നത്. ഞാനിപ്പോൾ നോർമലായിട്ടുള്ള മസാല ദോശയായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ലതായിരുന്നു. നമ്മളെങ്ങാട്ട് വ്യത്യാസമുണ്ട്. ഉള്ളിൽ കുറച്ച് ചില്ലിയുടെ എന്തോ ഒരു മസാലയും കൂടെ തേച്ചിട്ടാണ് ഉള്ളിൽ നമ്മുടെ പൊട്ടാറ്റോയുടെ ഫില്ലിംഗ് ഒക്കെ വെക്കുന്നത്. അങ്ങനത്തെ വേറൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ടേസ്റ്റ് അല്ല, പക്ഷെ നല്ലത് തന്നെയായിരുന്നു. നമ്മൾ വേറൊരു സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്കും എൻ്റയർലി നമ്മുടെ ടേസ്റ്റൊക്കെ മാറുമല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ രാവിലെ തന്നെ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടിപ്പു സുൽത്താൻ്റെ ബോഡി കണ്ടെത്തിയ പ്ലേസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പ്ലേസ്. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് വേണം ഇങ്ങോട്ട് വരാനൊക്കെ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് കുറച്ച് പോകുമ്പോൾ തന്നെ ടിപ്പു സുൽത്താൻ പണിത പള്ളി ഉണ്ടായിരുന്നു. ജാമിയ മസ്ജിദ് എന്നാണ് പേര്. അപ്പോൾ ഇതാണ് ടിപ്പു പണിത പള്ളി. അപ്പോൾ ഈ പള്ളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രൻസും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടിട്ട് വന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ വേണ്ടിയിട്ട്, അടിപൊളിയായിരുന്നു. അങ്ങനെ മുകളിലൊക്കെ പോയി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ടിപ്പു സുൽത്താൻ്റെ സമ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതെവിടെയാണെന്ന് വെച്ചാൽ മൈസൂരിൽ നിന്ന് ഒരു 40 കിലോമീറ്റേഴ്സ് എവെയാണ്, ശ്രീരംഗപട്ടണത്താണുള്ളത്. അപ്പോൾ ഇതാണ് ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ്, ദാരിയ ദൗലത് ബാഗ്. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് വന്നിട്ട് മോർണിംഗ് 6 to ഈവനിങ് 6 ആണ്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ QR കോഡ് വെച്ചിട്ടുണ്ട്. പെർ പേഴ്സൺ 20 റുപ്പീസ് ആണ് കേട്ടോ എൻട്രി ഫീസ് വന്നത്. അപ്പോൾ 2 സൈഡ് കയറുമ്പോൾ 2 സൈഡിലായിട്ട് ഇതേപോലെ ഡോഗ് കോട്ട് ഉണ്ട്. ഇത് പറയപ്പെടുന്നത് നമ്മുടെ ആംഗ്ലോ മൈസൂർ വാറിനൊക്കെ ഫീൽഡിലുള്ള കമാൻഡർമാർക്കൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. അങ്ങനെ ഞങ്ങൾ കയറി. മോർണിംഗ് ആയതുകൊണ്ട് അങ്ങനെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലമായിരുന്നു. അപ്പോൾ ഞാൻ മാമിനെ പിടിച്ചിരുത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുപ്പിച്ച് കയറുമ്പോൾ തന്നെ ഇതേപോലെ നമ്മുടെ പീരങ്കികളില്ലേ അതുണ്ട്, പിന്നെ പീരങ്കി ഉണ്ടകളുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും അടുത്തു നിന്നൊക്കെ പീരങ്കിയൊക്കെ കാണുന്നത്. ഞാൻ വേറെ എവിടെയോ പോയപ്പോൾ എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു പീരങ്കി ഉണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഈ പാലസിൻ്റെ ഉള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പിങ്സൊക്കെ അവർ കാണാണ്ട് എടുത്തതാണ്. അപ്പോൾ ഇത് ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ എന്താ പറയുക കർട്ടൻ പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണില്ലേ ഈ ഗ്രീൻ കളർ കർട്ടൻ അല്ല, ഈ പേര് എനിക്കറിയില്ല, അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ വോളിലെല്ലാം മൊത്തം പെയിൻറ്റിങ്സ് ആണ്. നമ്മളോട് തൊടാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചിലതൊക്കെ നടന്നൊക്കെ പോണ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ പുറത്തുനിന്ന് വെയിലടിക്കുമ്പോൾ ഈ പെയിൻറ്റിങ്സ് ഒക്കെ അടന്ന് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് ഈ ഗ്രീൻ കളർ വെച്ചിട്ട് ഇങ്ങനെ മൊത്തം മറച്ചേക്കണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് എൻട്രൻസിൽ നമ്മളിങ്ങനെ ഇതൊരു പാലസ് എന്ന് അങ്ങനെ തോന്നില്ല, ഒരു പച്ച ഇത് വെച്ച് ഇങ്ങനെ ഫുൾ മറച്ച് വെച്ചേക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ മൊത്തം ക്യാമറയും സെക്യൂരിറ്റീസൊക്കെ ആയിരുന്നു. വീഡിയോ ഒന്നും അലൗഡ് അല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ഇനി ഇങ്ങോട്ട് വരാനും പോകണല്ലോ. അപ്പോൾ ഏതായാലും
ഞാനപ്പോൾ വേഗം കുറച്ച് വീഡിയോസൊക്കെ എടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞു മാക്സിമം കാണാണ്ടൊക്കെ കുറച്ചൊക്കെ എടുത്തോന്ന്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ വേണ്ടി. അപ്പോൾ ഈ ഒരു സമ്മർ പാലസ് നമ്മുടെ ഹിന്ദു മുസ്ലിം ആ ഒരു കൾച്ചർ എന്നല്ല ആ ഒരു രീതിയിലാണ് പാലസിൻ്റെ ഉള്ളൊക്കെ ചെയ്തേക്കണം എന്നാണ് പറയണത്. അപ്പോൾ നോക്കിയാൽ പുറത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ പാലസ്, ഫുൾ ഗ്രീൻ കളറായിട്ട് വലിയ രസമൊന്നുമില്ല കാണാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ കയറുമ്പോഴാണ് ആ ഒരു പണ്ടത്തെ ട്രഡീഷണൽ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഇവിടുത്തെ ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു. ഒരു യോഗ കാണിക്കൂ. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോണ വഴിയാണ് ഈ ഒരു സംഭവം കണ്ണി സ്ട്രൈക്ക് ചെയ്തത്. അപ്പോഴാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതൊരു കാർ മ്യൂസിയമാണ്, പഴയ വിൻറ്റേജ് കാർ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു മ്യൂസിയമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എൻട്രി ഫീ വന്നത് 50 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് ടൈം വളരെ ലിമിറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയില്ല, ഫ്രണ്ടിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പണ്ട് ഗാന്ധിജി കയറിയിട്ടിരുന്നത് ഉപയോഗിച്ചിരുന്ന കാറ് വരെ ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെയാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്തും കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ മൈസൂർ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇയർലി ഇവിടെ ഒരു 50 lakhs അതിന് എബവ് ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യുമെന്നാണ് കേട്ടോ പറയണത്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇതേപോലെ കോയിൻ്റെ ഒരു ബുക്ക് വിൽക്കുന്നുണ്ടായിരുന്നു. ഇത് എനിക്ക് ഐ തിങ്ക് ഒരു 5000 റുപ്പീസ് എന്തോ ആണെന്ന് തോന്നുന്നു, 5000 or 4000 ഇത് ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെ ബുക്ക് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പല കോയിൻസും പണ്ടത്തെ കോയിൻസൊക്കെ വെച്ചിട്ട്. പിന്നെ കുറച്ച് ജ്വല്ലറിയും ഓർണമെൻറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൈസൂർ പാലസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മുടെ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യണ പ്ലേസ് ഈ മൈസൂർ പാലസ് ആണെന്നാണ് കേട്ടോ പറയണത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. നമുക്ക് അറിയുന്നതും അറിയാൻ പാടില്ലാത്തതുമായ ഹിസ്റ്ററിക്കൽ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. അതേപോലെ ഇത് നോക്കിക്കേ അത്ര തിരക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ചെരുപ്പൊക്കെ നമ്മൾ പുറത്ത് സൂക്ഷിച്ചിട്ട് വേണം, അകത്തേക്ക് ചെരുപ്പൊന്നും ഇട്ടിട്ട് പോകാൻ പാടില്ല. അപ്പോൾ ചെരുപ്പൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് അതെല്ലാം അവിടെ വെച്ചിട്ട് വേണം കേട്ടോ പോകാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാലസിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്, അതേപോലെ ഒരുപാട് ചരിത്രങ്ങളും പറയാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ നമ്മുടെ പെയിൻറ്റിങ്സ് ഉണ്ടല്ലോ, രാജാ രവിവർമ്മയുടെ പെയിൻറ്റിങ്സ് ഉണ്ട്. പിന്നെ ഒറിജിനൽ 2 ആനത്തല ഉണ്ട്. അത് പണ്ട് രാജാവ് എന്തോ ഒറ്റയ്ക്ക് വേട്ടയ്ക്ക് പോയിട്ട് 2 ആനത്തല കൊണ്ടുവന്ന് അത് എന്തോ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്തിട്ടാണ് അതിങ്ങനെ ഒറിജിനലായിട്ട് വെച്ചേക്കണം എന്ന് പറയണത്. എല്ലാ വർഷവും ആ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും കണ്ടിന്യൂസ്ലി നടന്നു പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ആനത്തല. എത്രത്തോളം സത്യമാണെന്നൊന്നും അറിയില്ല, ഹിസ്റ്ററി അങ്ങനെ പറയണേണ്. അപ്പോൾ ഇതാണ് അമ്പാരി ആനപ്പുറത്ത്. അതായത് ഇവിടെ നമ്മൾ മലയാളികൾ ഓണം ആഘോഷിക്കണ പോലെ ഇവിടെ കർണാടകയിൽ ദസറയാണ് അവരുടെ ഫംഗ്ഷൻ. ഒരു 10 ഡേ ഉണ്ടാകും ഇവരുടെ ഈ ഫംഗ്ഷൻ. അപ്പോൾ ആ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഈ സംഭവം ആനപ്പുറത്ത് വെച്ചിട്ടാണ് ഇവർ കുറേ ഘോഷയാത്രയും അങ്ങനെ ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തകിട് ഗോൾഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണം എന്നൊക്കെ പറയണേ.
അങ്ങനെ ഞങ്ങൾ മൈസൂർ വിടുകയാണ്. മൈസൂർ പാലസ് ഒക്കെ കണ്ട് ഇത് നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകും. എന്നിട്ട് പിന്നെ ഇന്ന് നൈറ്റ് ആണ് കേട്ടോ, ട്രെയിൻ തന്നെയാണ് റിട്ടേൺ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മൈസൂരിന് ബൈ ബൈ പറയാനായി. ഞങ്ങൾ മാക്സിമം ഈ 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ഒക്കെ ചെയ്തു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മൈസൂരിനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ബാംഗ്ലൂർക്ക് പോവാണ്. എന്താ വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്നാണ്ടോ നമുക്ക് തിരിച്ചിനി എറണാകുളത്തേക്കുള്ള ട്രെയിൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇനി ബാംഗ്ലൂർക്ക് ട്രെയിൻ തന്നെയാണ് പോണത്. പിന്നെ അത് കഴിഞ്ഞ് ഞാനും അക്കും ഉമ്മയും പിന്നെ നമ്മുടെ അമ്മൂസും കൂടെ ലുഡോ കളിക്കാൻ വേണ്ടിയത്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, അമ്മൂക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലുഡോ കളിക്കാന്നുള്ളത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാംഗ്ലൂരിലേക്ക്. അങ്ങനെ ബാംഗ്ലൂർ എത്തി. ഞങ്ങപ്പോൾ മെട്രോയിൽ കയറാൻ വേണ്ടി നിന്നു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അണ്ടർഗ്രൗണ്ട് ടണൽ മെട്രോ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ചെറിയൊരു കോയിൻ പോലത്തെ സംഭവമാണ്, പ്ലാസ്റ്റിക് ടൈപ്പ്. അങ്ങനെ നമ്മുടെ ഒക്കെ ടിക്കറ്റ് അല്ലേ, അവിടെ അങ്ങനെയായിരുന്നു. അപ്പോൾ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ മൊത്തം ഇരുട്ട്, പുറത്തൊന്നും കാണാൻ വേണ്ടി പറ്റില്ല, അങ്ങനെയായിരുന്നു. പിന്നെ അന്ന് ടണലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ച് വ്യൂവും കാര്യങ്ങളും, അല്ലാതെ വെറുതെ ഫുള്ളിങ്ങനെ ഇരുട്ട് തന്നെയാണ് കേട്ടോ, വലിയ സംഭവം അങ്ങനെയൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എറണാകുളത്തെ അപ്പോഴത്തേക്കും ട്രെയിന് 6:30 മണി കഴിഞ്ഞപ്പോഴായിരുന്നു എറണാകുളത്തേക്കുള്ള ട്രെയിന്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ നോക്കി നിന്ന്. പിന്നെ ഇവിടെ നിന്ന് ഞാൻ കുറേ വീഡിയോ ക്ലിപ്പിങ്സ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല, പോകാനുള്ള തിരക്കും പിന്നെ ഫുഡ് കഴിക്കാനുള്ളതും അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കായിരുന്നു കേട്ടോ മൊത്തം ഇവിടുന്ന്. പിന്നെ അത് കഴിഞ്ഞ് 6:30 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ട്രെയിനൊക്കെ കിട്ടി. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ മൈസൂർ വ്ളോഗ് എന്ന് പറയുന്നത്. സോ എന്തായാലും ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ രാത്രി കഴിച്ച ഡിന്നർ ന്യൂഡിൽസും പിന്നെ നമ്മുടെ ബേബിക്കോണില്ലേ, ബേബിക്കോൺ മഞ്ചൂരിയനായിരുന്നു കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇനി എന്തായാലും എനിക്ക് ഉറങ്ങാൻ പോകാൻ നാളെ വെളുപ്പിനെ എത്തുള്ളൂ വീട്ടിൽ. സോ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു മൈസൂർ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ പുതിയ വ്ളോഗൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.